ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളൊരു പുതിയ യാത്രയിലാണ്. ഞങ്ങളിന്ന് പോയത് അതിമനോഹരമായ വെള്ളച്ചാട്ടമുള്ളൊരു സ്ഥലത്തേക്കാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സുപരിചിതമായ കുറ്റാലം എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് യാത്ര ചെയ്തത്. ഇന്ന് സീസൺ അല്ലെങ്കിലും അയ്യപ്പ സീസൺ പ്രമാണിച്ച് ഇന്ന് കുറ്റാലത്തേക്ക് യാത്ര ചെയ്യാം എന്ന് വിചാരിച്ചു. ആര്യങ്കാവ് ക്ഷേത്രം വഴി ആ ക്ഷേത്രത്തിൻ്റെ കവാടങ്ങളൊക്കെ ദർശിച്ച് അതിമനോഹരമായ പശ്ചിമഘട്ട മലനിരകളെ ഒക്കെ കണ്ടു. അങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് എത്തിയത് കോട്ടവാസൽ എന്ന ആ സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ കറുപ്പസ്വാമി എന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. വാനരന്മാർ അവിടെ എല്ലാം ചുറ്റി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അനേകം ആൾക്കാർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ ക്ഷേത്ര ദർശനത്തിനായി അവിടെ എത്തിയ സമയമായിരുന്നു അത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചിലവഴിക്കാം എന്ന് വിചാരിച്ചു. അവിടെ ഉള്ളിലേക്ക് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല. പുറത്ത് നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തതിന് ശേഷം അവിടെ തന്നെ നിന്നു. കുറച്ച് നേരം വിശ്രമിച്ച ശേഷം പുറപ്പെടാമെന്നുള്ള ചിന്തയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ നമ്മുടെ എസ് വളവിലേക്ക് യാത്രയായി. പതുക്കെ എസ് വളവ് ഇറങ്ങി ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. വാഹനങ്ങൾ വളരെ പതുക്കെയാണ് ആ വഴി വന്നുകൊണ്ടിരുന്നത്. വളവിൽ വളരെ അപകടം നിറഞ്ഞതിനാൽ പിന്നെ ഞങ്ങൾ പുളിയറയിലേക്ക് എത്തിച്ചേർന്നു. പുളിയറയിലെ പ്രശസ്തമായ ഈ ഫ്രൂട്ട്സ് കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അവിടെ നിർത്തി ഞങ്ങൾ അത് എടുക്കാമെന്നുള്ള ചിന്തയാൽ അവിടേക്ക് ഇറങ്ങി ആ കടയുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ പലതരം ഫലങ്ങൾ അവിടെ നിരത്തി വെച്ച് മനോഹരമായി അവർ വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഫാമിലിയൊക്കെ ഇവിടെ മേടിക്കാൻ നിന്ന സമയമായിരുന്നു. സപ്പോട്ട, മുന്തിരി, ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിൾ, ഓറഞ്ച്, നെല്ലിക്ക എന്നുവേണ്ട എല്ലാ വിധത്തിൽപ്പെട്ട ഫ്രൂട്ട്സും ഇവിടെ വിൽപ്പനയ്ക്ക് അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വരുന്ന ഫാമിലീസും ആൾക്കാരും ഒക്കെ വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്ന അതിമനോഹരമാണിത് കാണുവാൻ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇതിൻ്റെ ആ മനോഹരമായ ദൃശ്യം കാണാൻ അവിടെ തന്നെ നിന്നു. പിന്നെ ഞങ്ങൾ തെങ്കാശിയിലേക്ക് ഇന്ന് പോകുന്ന വഴിയിൽ ആ മനോഹരമായ ആ നെൽപ്പാടവും കൃഷിയിടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കണ്ണ് കുളിർത്താണ് പോയത്. അത്ര മനോഹരമായ സ്ഥലമാണ് അത് കാണാൻ. തെങ്കാശി എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. തെങ്കാശിയിലെ ആ റോഡിന് നടുവിൽ ഇരുവശമായി നിൽക്കുന്ന ആ തെങ്ങുംതോപ്പ് കാണാൻ വളരെയധികം മനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. വളരെ വേഗത്തിൽ ഞങ്ങൾ കുറ്റാലം എന്ന മനോഹരമായ സ്ഥലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തിച്ചേർന്നു. ഓട്ടോ സ്റ്റാൻഡിൽ വളരെ തിരക്ക് കുറവായിരുന്നു. അല്ല, അയ്യപ്പ സീസണാണ്. ഇവിടെ വളരെ ആൾ കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്നാൽ അകത്തേക്ക് പ്രവേശിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇവിടെ വളരെ ചൂട് കൂടിയ സമയമായതിനാൽ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അരിഞ്ഞ് പീസാക്കി ഉപ്പും മുളകും ഒക്കെ ചേർത്ത് ഇവിടെ വിൽപ്പന നടത്തുന്ന ഒരു കച്ചവടക്കാരനെയാണ് കണ്ടത്. സ്വാമിമാർ ഇപ്പോൾ യഥേഷ്ടം വന്നു ചേരുന്ന ഒരു സമയമാണ്. കേരളത്തിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും സമ്മിശ്രമായിട്ട് ഇപ്പോൾ ഈ ഒരു അയ്യപ്പ സീസൺ സമയത്ത് ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലതരം ബിസിനസ്സുകളാണുള്ളത്. ഇത് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും. അലുവ, അങ്ങനെ ചിപ്സ്, ശർക്കര റൊട്ടി എന്ന് വേണ്ട ഇവിടെ പലതരം ബിസിനസ്സുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. അനേകം കച്ചവടക്കാർ ഇവിടെ ഇങ്ങനൊരു ബിസിനസ് നടത്തി ഉപജീവനമാർഗം കണ്ടെത്തിയ ഒരു സ്ഥലമാണ് കുറ്റാലം. ഇവിടെ അനേകം ഭക്ഷ്യസാധനങ്ങൾ വഴിയോര കച്ചവടത്തിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വഴിയോര ഭക്ഷ്യസാധനങ്ങൾ മാത്രമല്ല, കുട, കുട്ടികളുടെ ഡ്രസ്സ്, മറ്റു സാധനങ്ങളെല്ലാം യഥേഷ്ടം ഇവിടെ വന്ന് മേടിക്കാൻ നമുക്ക് കഴിയും. അനേകം വഴിയോര കടകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു ജനത ഇവിടെ ഈ കുറ്റാലം ടൗണിനകത്ത് ഉണ്ട്. അവർ ഈ എല്ലാവിധമായ ബിസിനസ്സുകൾ ഇവിടെ നടത്തി ഈ സീസൺ സമയത്ത് ഉപജീവന മാർഗം നടത്തുന്നുണ്ട്.
ഞങ്ങൾ ചെന്നപ്പം ഉച്ച സമയം, അതിനാൽ വെയിൽ നല്ലോണം കടിച്ച് ഇങ്ങനെ ദേഹം പൊള്ളുന്നുണ്ടായിരുന്നു. ഓരോ കടകളിലും ഞങ്ങൾ ഓരോ പിന്നെ പ്രോഡക്റ്റുകളും അത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. സ്വാമിമാർ ഇവിടെ വന്ന് ഇതെല്ലാം വാങ്ങിക്കൊണ്ട് പോവും. അവരുടെ പൈസയൊക്കെ കൂടുതൽ ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഇവിടെ വന്ന് ഒരു പർച്ചേസൊക്കെ നടത്തിയതിന് ശേഷമാണ് സ്വാമിമാർ തിരികെ പിന്നെ ഭവനത്തിലേക്ക് പോകുന്നത്. മനോഹരമായ രീതിയിലാണ് പിന്നെ ഈ തെരുവ് കച്ചവടം അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്കുള്ള ടോയ്സ് ഐറ്റംസ് ഉൾപ്പെടെ എല്ലാം, വീട്ടുപകരണങ്ങൾ, മുതിർന്നവർക്കുള്ള മറ്റു കാര്യങ്ങൾ, ഔഷധങ്ങൾ എന്ന് വേണ്ട എല്ലാവിധമായ പ്രോഡക്റ്റുകളും ഇവിടെ വന്ന് നമുക്ക് മേടിക്കാൻ കഴിയും. നാട്ടിൽ ഭയങ്കര കച്ചവടമാണ്. അയ്യപ്പ സീസണിലെ പരിപാടിയാണ്. ഈത്തപ്പഴം, പേച്ചമ്പഴങ്ങൾ, വേറെ മുൾസിത്ത, ഡൊറിയൻ ഫ്രൂട്ട്, മുട്ടപ്പഴങ്ങൾ എല്ലാം അനിത്യ പൊരുളുണ്ട് കാണപ്പെടും. മനോഹരമായ ഡിസൈൻ ചെയ്ത മുത്തുമാലകളുടെ കളക്ഷൻ കുറ്റാലത്തുണ്ട്. പിന്നെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ വളരെ വില കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. വിവിധയിന ചീപ്പുകൾ, റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ബാഗുകൾ, കുടകൾ, വിവിധ ഇനം രുദ്രാക്ഷങ്ങളുടെ വെറൈറ്റി തന്നെ ഇവിടെ നമുക്ക് ലഭിക്കും. ഞങ്ങൾ ചെന്ന് കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഇങ്ങനെ സഞ്ചാരികളുടെ വരവ് കൂടിക്കൊണ്ടിരുന്നു. വീട്ടിൽ ഉപയോഗിക്കുന്ന വിളക്കുകളൊക്കെ ഇവിടെ നമുക്ക് വന്ന വില കുറച്ച് വാങ്ങാൻ കഴിയും. ധാരാളം സാധനങ്ങൾ ഇവിടെ പ്രോഡക്റ്റുകളുണ്ട്. ഈ പിന്നെ തെരുവ് കച്ചവടത്തിനിടയിൽ കൂടി നമ്മൾ പിന്നെ അവിടോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഇങ്ങനെ ധാരാളം വഴികൾ പിരിഞ്ഞു പോകുന്നുണ്ട്. ആ വഴികളിലൊക്കെ കച്ചവടക്കാരുടെ വലിയ ബഹളമാണ് നടക്കുന്നത്. ഇവിടെ വന്ന് ഏതൊക്കെ സൈസ് അലുവ കണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്ന് വെച്ചാൽ പല സ്റ്റാളുകളിലായിട്ട് ഒത്തിരി കച്ചവടക്കാർ ഇങ്ങനെ അലുവ കച്ചവടം തന്നെ വെറൈറ്റി പലതരം അലുവകൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. സീസണായാലും ചിപ്സ് മേടിക്കാനായിട്ട് അയ്യപ്പന്മാരുടെ വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട്. വലിയ വലിയ കച്ചവടങ്ങൾ കൂടി വിപുലമായിട്ട് നടക്കുകയാണ്. എല്ലാ സ്റ്റാളുകളിലും ഞങ്ങൾ പിന്നെ പുറത്തിച്ചിരി ആൾ കുറവാണെങ്കിലും അകത്ത് ഉള്ളിലേക്ക് കയറിയപ്പോൾ സ്റ്റാളുകളെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ചിപ്സ് പുറത്ത് ഇങ്ങനെ കോരുകയാണ്. ഹായ്. നമ്മൾ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഒരു സംശയം, നമ്മൾ ഇനി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ, അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും വീഡിയോ ഇടാനാണോ എന്നൊക്കെ കുറച്ച് ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു. ഞാൻ പറയും അതിന് വേണ്ടിയില്ല, ഇത് ടൂറിസം പ്രൊമോഷന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞപ്പോഴാണ് അവർക്ക് സന്തോഷമായത്. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കുറ്റാലം. പ്രകൃതി ഭംഗിയാലും ഔഷധ ഗുണമുള്ള ജലത്താലും പ്രശസ്തമാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇവിടെ 9 വെള്ളച്ചാട്ടങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അത് ഏതാണെന്നൊന്നും അറിയില്ല. കുറ്റാലത്ത് പ്രധാനമായിട്ട് 9 വെള്ളച്ചാട്ടങ്ങൾ: പേനരുവി, സിറ്റരുവി, ഷെൻബാഗദേവി, അങ്ങനെ കുറേ, തേനരുവി, അങ്ങനെ കുറേ വെള്ളച്ചാട്ടങ്ങളിവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ ചോദിച്ചറിഞ്ഞത്, ഔഷധ സസ്യങ്ങൾക്കിടയിലൂടെ ഒഴുകി വരുന്നതിനാൽ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന് രോഗശമന ശേഷിയുണ്ടെന്ന് ഇവർ പറയപ്പെടുന്നെന്ന് പറയും. പിന്നെ ഇവിടെ കുറ്റാലൻ നാദാർ ക്ഷേത്രം, വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ശിവക്ഷേത്രമാണിത്. ശംഖിൻ്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പിന്നെ സീസൺ സമയമല്ല, സന്ദർശിക്കാൻ നമുക്ക് അനുയോജ്യം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ് സീസൺ സമയം. കുറ്റാലം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയും.
ഉണ്ടോ കുട്ടികളൊക്കെ പിന്നെ അവർ ഫാമിലിയോടെ വന്നാണ് ഇവിടെ ഈ ബിസിനസ് നടത്തുന്നത്, തിരുവച്ചടക്കാർ. ആ ക്ഷേത്രത്തിൻ്റെ അരികിൽ നിന്ന് ഞങ്ങൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് പോകണം. റോഡ് കേരളത്തിൽ നിന്ന് നമുക്ക് പുനലൂരിൽ നിന്നൊക്കെ ഏകദേശം 45 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. തെങ്കാശിയിൽ നിന്നും വെറും 6 കിലോമീറ്റർ ദൂരം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തെങ്കാശിയാണ്. അവിടെ വെള്ളം വളരെ കുറവാണ്. എന്നാലും സീസൺ സമയമായ പിന്നെ അയ്യപ്പ സീസൺ സമയമായതുകൊണ്ട് ആൾക്കാരിങ്ങനെ സ്വാമിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുളിക്കുന്ന ഭാഗത്തൊക്കെ സ്വാമിമാരുടെ ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ ദൂരെ നിന്ന് എൻ്റെ വ്യൂ എടുത്തതിന് ശേഷം പിന്നെ അതിനടുത്തേക്കൊന്ന് നടന്നു പോയി ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കൈയൊക്കെ കഴുകിയിട്ടൊന്ന് തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ കറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോയി. അവിടോട്ട് ചെന്നപ്പം അയ്യപ്പന്മാരുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഈ ചൂട് സമയമായതുകൊണ്ട് അവർ ആ വെള്ളത്തിൻ്റെ പിന്നെ അടിയിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മേലിൽ നിന്ന് പാറയക്കിളവി എന്ന് വീണ് പാറക്കല്ല് വീണ് ഒത്തിരി പേര് മരണമടച്ചിട്ടുള്ള സ്ഥലമാണിത്. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം അവിടെ നിൽക്കാൻ. ഈ പിന്നെ വെള്ളം കൂടുതലുള്ള സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അതിൻ്റെ അടിയിൽ പോയി നിന്ന് കുളിക്കാൻ ശ്രമിക്കരുത്. അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. വെള്ളം വളരെ കുറവാണ്. സ്വാമിമാരുടെ വലിയ കൂട്ടം തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. അതിന് അടിയിൽ ഭാഗത്ത് നിന്ന് അനേകം സ്വാമിമാരിങ്ങനെ കുളിക്കുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്ന് കുളിക്കുകയാണ്. അവർ കല്ല് വീഴുമെന്നുള്ള ചിന്തയോ അങ്ങനെയൊന്നും അവർക്കില്ല. അവർ വെള്ളം ഒത്തിരി കുറവാണ്. വെള്ളം ഈ സമയത്തായതുകൊണ്ടാണ്. സീസൺ സമയത്ത് നല്ല വെള്ളച്ചാട്ടമായിരിക്കും. കാണാൻ ഇതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് കയറി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെയൊക്കെ ചെന്നു നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ഞാൻ എടുക്കാൻ ശ്രമിച്ചു. ഉണ്ട് കുട്ടികളെയൊക്കെ തല വെച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവച്ച് കുളിപ്പിക്കുന്നു അവിടെ ആ തിരക്കിനിടയിൽ. അതിനുശേഷം ഇവിടെ നമുക്ക് ഇനി തിരിച്ച് ഈ ഒരു പിന്നെ റൈറ്റ് സൈഡിലുള്ള വഴിയിലൂടെ കയറി ഈ ഭാഗമൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ തെരുവുകച്ചവട വീതി അടുത്ത വഴിയിലൂടെ ഞങ്ങൾ കയറി മുന്നോട്ട് പോയി. കരിപ്പെട്ടി കച്ചവടം ഇവിടെ പൊടിപിടിക്കുകയാണ്. തിരക്ക് കൂടി ആൾക്കാരിപ്പോൾ ഒത്തിരി വന്ന് തുടങ്ങി. കടകളിലൊക്കെ നല്ല തിരക്കാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈമിലൊക്കെ ഇവിടെ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് നിങ്ങൾ കുറ്റാലം വന്ന് കുളിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ പറ്റിയ സ്ഥലമാണ് കുറ്റാലം. പുനലൂരിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തൊരു തീരുമാനം ഐന്തരുവി ഒന്ന് കാണാം എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ആണ് ഐന്തരുവി. അവിടെയും വെള്ളക്കുറവാണ്. എന്നാലും അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് പുനലൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ തെരുവുകച്ചവടക്കാർ അവസാനിക്കുന്നില്ല. അവർ കുറ്റാലത്തിൻ്റെ നാനാ വഴികളിലും ബിസിനസ്സുകൾ ചെയ്യുകയാണ്.
ഇത് ഞങ്ങൾ പിന്നെ വന്ന വഴിയിലല്ല ഇറങ്ങിയത്. ഞങ്ങൾ അടുത്ത ഒരു വഴി, ഇപ്പം ഇതിൻ്റെ മേൽവശത്ത് കൂടി ഒരു ക്ഷേത്രത്തിന് ചുറ്റിയൊരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടി ഞങ്ങൾ പിന്നെ തിരിച്ച് നമുക്ക് ഐന്തരുവിയിലേക്ക് പോകാമെന്നുള്ള ചിന്തയിലൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രകൃതി സ്നേഹികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇടമാണ് കുറ്റാലം. സന്ദർശനം ആസൂത്രണം ചെയ്യാൻ ട്രിപ്പ് അഡ്വൈസർ പോലുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് സഹായകരമാകും. അതാണ് ഇവിടെ ഒത്തിരി കച്ചവടക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന് പുറത്താണ്, കുറ്റാലം വെള്ളച്ചാട്ടത്തിന് പുറത്തുള്ള ഒരു ബൈ റോഡാണ്. ആ ബൈ റോഡ് ഭാഗത്തുള്ള കച്ചവടക്കാരാണ്. ഇതിൽ ഇവിടെ എല്ലാം തുണികളാണ് കച്ചവടം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ തുണി ഐറ്റംസുകളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ബനിയൻ, ടീഷർട്ട്, സാരി, മാക്സി എന്ന് വേണ്ട എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ഐന്തരുവിയിലേക്ക് യാത്രയായി. ഐന്തരുവിയിൽ എത്തിച്ചേർന്നു. ജനത്തിരക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു. എന്നാലും ടൂറിസ്റ്റുകൾ അവിടെ താമസ സൗകര്യത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം അവിടെ പിന്നെ നമുക്ക് റൂം എടുക്കുന്നതിനുമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയതിന് ശേഷം പിന്നെ ഭാഗത്തേക്ക് ഞങ്ങൾ ഐന്തരുവി ഭാഗത്തേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉച്ച സമയമായതിനാൽ ഈ ദാഹശമനത്തിനായിട്ട് പിന്നെ കൈതച്ചക്ക, മാങ്ങ, പിന്നെ വെള്ളരിക്ക എന്ന പോലുള്ള ഐറ്റംസുകൾ ഇങ്ങനെ ചെത്തി ഉപ്പൊക്കെ ഇട്ട് ഇവിടെ ഭയങ്കര കച്ചവടമാണ് ഇവിടെ. ഇവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് ആൾക്കാർ വളരെ കുറവായിരുന്നു. പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ ചെത്തി ഇവിടെയും വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മുളകൊക്കെ ചേർത്ത് ആൾക്കാർക്ക് കഴിക്കാനായിട്ട്. മലയാളികൾ വളരെ കുറവായിരുന്നു. ഞാൻ കൂടുതൽ ആൾക്കാരെ കണ്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഇവിടെ ഞാൻ കണ്ടത് കൂടുതലും. ഈ ഭാഗത്തൂടെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലാൻ ഞങ്ങൾ ഒരിടത്ത് ചോദിച്ചു. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, ഈ ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ്, വലിയൊരു പാറ പൊട്ടി 5 ആട്ട് മാറിയിട്ട് അതിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ ഐന്തരുവി എന്ന് പറയുന്നത്. 5 അരുവികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്തു കൂടെ ഇറങ്ങി എന്നാൽ അപ്പുറത്തെ സൈഡിൽ കൂടെ ചെന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി അതിലേക്കൂടെ നടന്നു. അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ട് ആൾക്കാരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും കുളിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. കുറച്ച് നേരം ആ ഭാഗത്ത് തന്നെ നിന്ന് നല്ല തണുപ്പായിരുന്നു. വെച്ചാൽ ആ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ആ തണുപ്പ് ശരീരത്തടിച്ചപ്പം കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ തന്നെ തോന്നി. അത്ര സുഖമുള്ള ഒരു അനുഭവമായിരുന്നു ഐന്തരുവിയിൽ. ഈ ഒരു സൈഡ് ആണുങ്ങൾക്ക് വേണ്ടിയാണ് അതിനെ കെട്ടിമറച്ചിട്ടുണ്ട്. അവിടെ വലിയ വേലി വെച്ച് മറച്ചിട്ടുണ്ട് ആണുങ്ങൾക്കും. അപ്പുറത്ത് പിന്നെ സ്ത്രീകൾക്കും വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് അവർ. തിരക്കുള്ള സമയത്ത് ഇത്രയൊന്നും ആൾക്കാരായിരിക്കത്തില്ല, അവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും. പിന്നെ പല ഭാഗത്തുനിന്നും, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ അത്രയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടായിരിക്കാം അവർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കെട്ടിത്തിരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് വെള്ളം കൂടുന്ന, അതായത് സീസൺ സമയത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുമാതിരിയുള്ള വെള്ളച്ചാട്ടം ആയിരിക്കില്ല. ഇതിലും കൂടുതൽ വെള്ളം അതിൽ നിന്നും പാറയിൽ നിന്നും വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിച്ച് ഞങ്ങൾ തിരികെ അങ്ങനെ പുനലൂരിലേക്ക് പോവുകയാണ്. അങ്ങനെ നെൽപ്പാടങ്ങളൊക്കെ എടുത്ത് ആ മനോഹര കാഴ്ചകളൊക്കെ ഇത് പകർത്തി പുനലൂരിലേക്ക് തിരിച്ചു പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.